لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. പരിശുദ്ധ ഹജ്ജ് കർമ്മം യാത്രയപ്പ് പരിസമാപ്തിയിലേക്ക്. മരണപ്പെട്ടവർക്കോ നിത്യരോഗികൾക്കോ പകരം ഹജ്ജിന് പോകുന്നവർക്കായി ഹജ്ജ് ക്യാമ്പിലെ നിറസാന്നിധ്യവും സ്വാഗത സംഘം ഭാരവാഹിയുമായ അബ്ദുൽ അസീസ് സഖാഫിയും ഇമാം നബവി ചെയർമാൻ ഇബ്രാഹിം സഖാഫിയും നേതൃത്വം നൽകി. അതേസമയം ഇഹ്റാം ചെയ്യുന്നവർക്കുള്ള ദുആയും മറ്റ് പ്രാർത്ഥനകളും ചൊല്ലിക്കൊടുത്ത് മുഹമ്മദ് കുഞ്ഞ് മൗലവി മാതൃകയായി. ഒപ്പം കഴിഞ്ഞ ദിവസം ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ച 16-കാരനും MES പ്രതിനിധിയും കോൺഗ്രസ് നേതാവുമായ സക്കീർ ഹുസൈനും ചേരുന്നു. يا رب العالمين نويت عمرة لأبي وأحرمت بها വാപ്പക്ക് വേണ്ടി ഉംറ ചെയ്യുവാൻ لبيك اللهم بعمرتي لبيك اللهم لبيك لا شريك إن الحمد والنعمة لك والملك لا شريك لك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إن الحمد والنعمة لك والملك لا شريك لك. ഹജ്ജിന് ഈ ഇത്രയും വയസ്സിൽ പോകാൻ എന്തെങ്കിലും ഒരു പ്രചോദനം വേണമല്ലോ. അപ്പോൾ അത് ആഗ്രഹമാണ്. പഠിക്കുമ്പോൾ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇബ്രാഹിം നബിയുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അന്ന് അതിൽ വാപ്പാട്ടും മാറ്റും പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന് പോകണ കാര്യങ്ങൾ. അപ്പോൾ അവർക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഹജ്ജിന് പോകണ കാര്യങ്ങളും ഇങ്ങനെ പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ അവർക്കും ആഗ്രഹമുള്ളതുകൊണ്ടും എനിക്കും ആഗ്രഹമുള്ളതുകൊണ്ടും അള്ളാഹുവിൻ്റെ തലാ കിട്ടി അങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പോൾ ശരിക്കും ഇപ്പം എത്ര വയസ്സായി? എനിക്കിപ്പോൾ 16 വയസ്സ്. 16 വയസ്സ്. 16 വയസ്സ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരുടെ ഇടയിലേക്ക്, അതായത് സമൂഹത്തിലെ ഒരുപാട് യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളും ഉണ്ടല്ലോ, അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ വരണം, ഇതേപോലെ ഹജ്ജിന് വരണം, ഇതേപോലെ ഹജ്ജ് പങ്കെടുക്കണം, ഇതേപോലെ ക്യാമ്പിലും. അപ്പോൾ ഇത് ഹജ്ജ് ചെയ്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇസ്ലാം എങ്ങനെയാണ്, ഇത് നബിമാരെ ചരിത്രം ഈ അയവിറക്കാനുള്ള ഒരിതാണ് ഈ ഹജ്ജ്. അവരെ അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ് ഹജ്ജ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും ഇബ്രാഹിം നബിയുടെ ചരിത്രവും എല്ലാ നബിമാരെയും അനുസ്മരിക്കാനുള്ള ഒരു ചരിത്രവും കൂടിയാണ് ഈ ഹജ്ജ്. എന്നത് തന്നെ മാറമ്പള്ളിയിലെ MES ക്യാമ്പിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. അന്ന് 2 പ്രാവശ്യം ഹജ്ജ് ക്യാമ്പ് അവിടെ നടന്നു. ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ അതിൽ അന്ന് മുതൽ സേവനം ചെയ്യാൻ വലിയ ഭാഗ്യം കിട്ടി. നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ കൂടുതൽ ഹജ്ജിലേക്ക് പോകുന്നതിന് അത് വലിയ പ്രേരണയും കൂടിയായിരുന്നു. ഇവിടെ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത മേഖലയിലെ എല്ലാവരുടെയും കൈകോർത്ത് ജാതിഭേദമന്യേയുള്ള ഒരു സഹകരണമാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു വിവിധങ്ങളായ ആരോഗ്യ വകുപ്പിൻ്റെ ആണെങ്കിലും ഫയർഫോഴ്സിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, അങ്ങനെ എല്ലാ വിവിധങ്ങളായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകീകരിച്ചുകൊണ്ട് ബഹുമാന്യരായ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ കോഴിക്കോടായതുകൊണ്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനവും ഇവിടുത്തെ പോയിന്റ് എന്നുള്ള ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനവും ഒക്കെ വരും. അതൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ഈ കാര്യത്തിൽ നമുക്ക് കാണാനും സാധിച്ചു. ഇതിനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അങ്ങേയറ്റമുള്ള സന്തോഷവും അതുപോലെ അനുഗ്രഹവും ഉണ്ടാകട്ടെന്ന പ്രാർത്ഥനയുണ്ട്. ഹജ്ജ് സ്പെഷ്യൽ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.